ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ടൂളിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. അതായത് ടീച്ചേഴ്സിനായാലും സ്റ്റുഡൻസിനായാലും അവരുടെ ക്ലാസ് മെച്ചപ്പെടുത്താനും കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടി ഓൺലൈനായിട്ട് നമുക്ക് കുറേ ടൂൾസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിലൊരു ടൂളിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. ടൂളിൻ്റെ പേരാണ് വൈറ്റ് ബോർഡ്. ഈ ഒരു ടൂള് നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കാനും മാത്രമല്ല ടീച്ചേഴ്സിന് കുട്ടികൾക്ക് എന്തെങ്കിലും ജസ്റ്റ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാനും അത് സേവ് ചെയ്യാനൊക്കെ ഈ ടൂൾസ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമ്മുടെ സ്റ്റുഡൻറ് ടീച്ചേഴ്സിനായാലും മറ്റുള്ള അധ്യാപകർക്കായാലും ഗൂഗിൾ മീറ്റ് വഴി ഈ വൈറ്റ് ബോർഡൊക്കെ ഉപയോഗിച്ച് ക്ലാസ് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തിയെടുക്കാനും കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ക്ലാസ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത് നമുക്ക് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ക്രോമിലോട്ട് പോവുക. ക്രോമിൽ സെർച്ച് ചെയ്യുക വൈറ്റ് ബോർഡ് .fi എന്ന് സെർച്ച് ചെയ്യുക. വൈറ്റ് ബോർഡ് .fi എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വിൻഡോ അപ്പിയർ ആയിട്ടുണ്ട്. അതിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും, ന്യൂ ക്ലാസ്സും ജോയിൻ ക്ലാസ്സും. ന്യൂ ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ കുട്ടികൾക്ക് അതിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ന്യൂ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ന്യൂ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ഡയലോഗ് ബോക്സ് വരുന്നുണ്ട്. അതിൽ യുവർ നെയിം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒന്നുകിൽ ടീച്ചറിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഏത് ക്ലാസ്സാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ക്ലാസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സെറ്റിങ്സ് ഉണ്ട്, അതെല്ലാം ഇനേബിൾ ആക്കി കൊടുക്കുക. ഇനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനേബിൾ ചെയ്തതിനു ശേഷം ക്രിയേറ്റ് ന്യൂ ക്ലാസ് കൊടുക്കുക. ക്രിയേറ്റ് ന്യൂ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വീണ്ടും ഒരു വിൻഡോ അപ്പിയർ ആയിട്ടുണ്ട്. അതിൽ മൈ ക്ലാസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കാണുന്ന കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. ഒരു ലിങ്ക് കൂടെ കാണാനായിട്ട് സാധിക്കും. ഇനി മൈ വൈറ്റ് ബോർഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വൈറ്റ് ബോർഡും അതിനനുസരിച്ചിട്ടുള്ള ടൂൾസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇത് ഡെസ്ക്ടോപ്പ് വ്യൂവിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ വീണ്ടും ഒരു വിൻഡോ അപ്പിയർ ആയിട്ടുണ്ട്. അതിൽ നമുക്ക് റെസ്യൂം ക്ലാസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ആ ഒരു റെസ്യൂം ക്ലാസ്സിൽ ക്ലിക്ക് ചെയ്യുക. റെസ്യൂം ക്ലാസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ വന്ന ഡയലോഗ് ബോക്സ് കുറച്ചും കൂടെ ലാർജ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അതിൽ മൈ വൈറ്റ് ബോർഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വൈറ്റ് ബോർഡും കുറച്ചും കൂടെ ലാർജ് ആയിട്ട് കാണാനും പറ്റും. 2-3 ഓപ്ഷൻസ് അഡീഷണൽ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ക്ലിയർ വൈറ്റ് ബോർഡ്, ആക്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഇനി എന്തൊക്കെ ടൂൾസ് ആണ് ഇതിലുള്ളത്, അതെന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം. ഒന്നാമത്തെയാണ് ഡ്രോയിങ് ടൂളായിട്ടുള്ള റൈറ്റിംഗ് ടൂൾസ് ഞാൻ പറയുകയാണ്. അതിൽ നമുക്ക് എന്തെങ്കിലും എഴുതാനായിട്ട് ഇതിന് സാധിക്കും. ഇപ്പോൾ 43 എന്ന് പറയുന്ന സംഖ്യ ചെയ്തിട്ടുണ്ട്. ആ ഒരു സംഖ്യ നമുക്ക് എറേസ് ചെയ്ത് കളയണമെങ്കിൽ എറേസർ ടൂളുണ്ട്. ഇനി അടുത്ത ടെസ്റ്റ് ടൂളുണ്ട്. ടെസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് നമുക്ക് ടീച്ചറിൻ്റെ എന്തെങ്കിലും നോട്ട്സ് കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ടെസ്റ്റ് ടൂളിൽ നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം ടൈപ്പ് ചെയ്യുക. ആ ടെസ്റ്റ് ടൂൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാനും പറ്റും. മാത്രമല്ല അതിനെ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത കുറച്ച് ടൂൾസ് ആണ് പറയുന്നത്, ലൈൻസ് ആൻഡ് ആരോസ് ആണ്. അതിൽ ലൈൻസ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ലൈൻസ് ഉപയോഗിച്ച് എന്തെങ്കിലും പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും. സിംഗിൾ ആരോസ് യൂസ് ചെയ്ത് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും റിലേഷൻ കാണിക്കുന്ന ഡബിൾ ആരോസ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തത് ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് സാധിക്കും, റെക്റ്റാങ്കിൾ വരയ്ക്കാനായിട്ട് സാധിക്കും, സർക്കിൾ വരയ്ക്കാനായിട്ട് സാധിക്കും. ഇനി പോളികൾ വരയ്ക്കാനാണ് ഈ ഒരു സ്റ്റാർ എന്ന ഓപ്ഷൻ. നമ്മൾ അതിനൊരു ലൈൻ ഡ്രോ ചെയ്തിട്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്ക് പോളികൾ വരയ്ക്കാനായിട്ട് സാധിക്കും. ഇനി 2 ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്തെന്നാൽ, ഒന്ന് ഇൻസർട്ട് ഇമേജ് ആണ്. ഇൻസർട്ട് ഇമേജിൽ നമുക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിനെ കുറിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ ആ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ ഒരു ഇമേജ് നമുക്കെടുത്ത് കാണിച്ചു കൊടുക്കുന്നത്. ആ ഇമേജ് സെലക്ട് ചെയ്യുക. ഇമേജ് സെലക്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, ഞാൻ ഒരു എക്സാമ്പിളായിട്ട് ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇൻസെർട്ട് ഇമേജ് ചെയ്തിട്ട് ഈ ഇമേജിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഒരു ഇമേജ് ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആണ്. അതിന് ഞാൻ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ബാക്ക്ഗ്രൗണ്ടിൽ വരും. ഇപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ അതായത് ചെയ്തിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇമേജിൽ സ്റ്റിക്കായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ കളർ മാറ്റി കൊടുക്കാനുള്ള ഫില്ല് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് കാണാതിരിക്കാനുള്ള ഓപ്ഷനായിട്ട് ഒപ്പാസിറ്റി ഉണ്ട്. ഇതെല്ലാം ഇതിൽ ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു വൈറ്റ് ബോർഡ് ക്ലിയർ ചെയ്യണമെങ്കിൽ ക്ലിയർ വൈറ്റ് ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻസ് കൊടുത്താൽ മാത്രം മതി. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ പോകുന്നത്, ഇനി നമ്മൾ തിരിച്ച് മൈ ക്ലാസ്സിലോട്ട് പോവുക. മൈ ക്ലാസ്സിലോട്ട് പോയിട്ട് നമ്മൾ നേരത്തെ കണ്ട ഒരു ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. ഇപ്പോൾ ഒരു ഗൂഗിൾ മീറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചറിന് അത്യാവശ്യമായിട്ട് ഒരു വൈറ്റ് ബോർഡിൻ്റെ അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഗൂഗിൾ മീറ്റിലോട്ട് പോവുക.
ഗൂഗിൾ മീറ്റിലോട്ട് പോയിട്ട് ഇപ്പം ഞാൻ മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അപ്പം മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൾറെഡി എന്തൊരു ചാറ്റ് ബോക്സിൽ അതുകൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ ഈ മീറ്റിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം മീറ്റിംഗ് കോഡ് കുട്ടികൾക്ക് വാട്സപ്പ് വഴി പ്രൊവൈഡ് ചെയ്തതിനു ശേഷം കുട്ടികൾ അത് ജോയിൻ ആയി വന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ ഇത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് കൊടുക്കുക. അപ്പോൾ അപ്പോൾ കുട്ടികൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ ഒരു 30 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 30 സ്റ്റുഡൻസ് ഈ ഒരു ലിങ്കിൽ ഡയറക്റ്റ് ചെയ്യണം. ഞാൻ ഒന്ന് ഡയറക്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഒരു 30 സ്റ്റുഡൻസും ഈ ഒരു ലിങ്കിൽ ഡയറക്റ്റ് ചെയ്ത ഒരു വിൻഡോ അവരുടെ മുമ്പിൽ അപ്പിയർ ആവും. ആ ഒരു വിൻഡോ ആണ് ഇനിയിപ്പോൾ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ 30 സ്റ്റുഡൻസിന് അവരുടെ പേര് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ആണ് വന്നിട്ടുള്ളത്. ഞാൻ സാജൻ എന്ന് പറയുന്ന ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ജോയിൻ വൈറ്റ് ബോർഡ് ക്ലാസ് കൊടുക്കുന്നു. അപ്പോൾ സാജൻ വൈറ്റ് ബോർഡ് ക്ലാസ്സിൽ എൻ്റർ ആവുന്ന അദ്ദേഹം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ കയറ്റിയാൽ മാത്രമേ എന്ത് ചെയ്യും, സാജൻ വൈറ്റ് ബോർഡ് ക്ലാസ്സിൽ കാണാനായിട്ട് സാധിക്കും. ടീച്ചറിൻ്റെ വൈറ്റ് ബോർഡ് നമ്മൾ പോകുമ്പോൾ ടീച്ചറിൻ്റെ വൈറ്റ് ബോർഡിൽ ഒരു മെസ്സേജ് വന്നതായിട്ട് കാണാൻ പറ്റും. ഓൺ വെയിറ്റിംഗ് കാണുന്നുണ്ട്. ആ വെയിറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സാജൻ വെയിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അക്സെപ്റ്റ് ചെയ്ത് കൊടുത്താൽ സാജൻ്റെ വൈറ്റ് ബോർഡ് ടീച്ചറിൻ്റെ മൈ ക്ലാസ്സിൽ നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും. സാജൻ്റെ വൈറ്റ് ബോർഡ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ നമ്മൾ സാജൻ്റെ വൈറ്റ് ബോർഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സാജൻ്റെ വൈറ്റ് ബോർഡ് ക്ലിയർ ആയിട്ട് കാണും. ഇപ്പോൾ 20-30 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 30 സ്റ്റുഡൻസിൻ്റെയും വൈറ്റ് ബോർഡ് നമുക്ക് ഇവിടെ വിസിബിളായിട്ട് വരും. അപ്പോൾ എന്നിട്ട് തിരിച്ച് മൈ വൈറ്റ് ബോർഡിലേക്ക് ടീച്ചർ തിരിച്ച് പോവുകയാണ്. മൈ വൈറ്റ് ബോർഡിൽ തിരിച്ച് പോയിട്ട് വീണ്ടും പെൻ ടൂൾ എടുക്കുന്നു. പെൻ ടൂൾ എടുത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ടീച്ചർ പ്രൊവൈഡ് ചെയ്യുകയാണ്. 43 + 4 = എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ടീച്ചർ പ്രൊവൈഡ് ചെയ്യാനാണ്. ചെയ്തിട്ട് ഇത് കുട്ടികൾക്ക് കാണാനായിട്ട് അടുത്തൊരു ഓപ്ഷൻ ചെയ്യണം. അതാണ് ആക്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പുഷ് വൈറ്റ് ബോർഡ് ടു ഓൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് കുട്ടികൾക്ക് എത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഞാൻ സാജൻ്റെ വൈറ്റ് ബോർഡിലോട്ട് പോവുകയാണ്. സാജൻ്റെ വൈറ്റ് ബോർഡിലോട്ട് പോകുമ്പോൾ വന്നിട്ടുണ്ട്. സാജൻ്റെ വൈറ്റ് ബോർഡിൽ 43 + 4 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ സാജന് ഇവിടെ ഉത്തരം എഴുതാം. 47 എന്ന് പറഞ്ഞ് ഉത്തരം എഴുതി കൊടുക്കാം. ഇനി ടീച്ചറിൻ്റെ വൈറ്റ് ബോർഡ് സാജന് കാണണമെങ്കിൽ ടോഗിൾ ടീച്ചർ വൈറ്റ് ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇനി അടുത്ത സാജന് വേണമെങ്കിൽ ടീച്ചറിന് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ ടെസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഏത് ഡൗട്ടാണെന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, ആരോ മാർക്ക്, ഇതെല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. സാജൻ എന്ത് വേണമെങ്കിൽ ഇവിടെ ചെയ്യാം. സാജൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ടീച്ചറിന് കാണണമെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യുക, മൈ ക്ലാസ്സിലോട്ട് തിരിച്ചു പോയിട്ട് സാജൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മൈ ക്ലാസ്സിൽ തിരിച്ചു പോയിട്ട് കാണാനായിട്ട് സാധിക്കും. സാജൻ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാജൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാനായിട്ട് പറ്റും. മാത്രമല്ല 30 സ്റ്റുഡൻസ് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ടീച്ചറിന് ഇവിടെ വിസിബിളായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ അടുത്തൊരു ഓപ്ഷനിലോട്ട് പോവുകയാണ്. അതാണ് സെറ്റിങ്സിൽ പോയിട്ട് ലോക്ക് റൂം എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ലോക്ക് റൂം എന്ന ഓപ്ഷൻ എപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ 30 സ്റ്റുഡൻസ് എൻ്റർ ആയതിനു ശേഷം ലോക്ക് റൂം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മറ്റൊരു വ്യക്തി ഇതിലോട്ട് എൻ്റർ ആവാതിരിക്കാനാണ് ആ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്. ഇനി അടുത്തൊരു ക്ലിയർ ആൾ വൈറ്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് കൊടുത്താൽ നമ്മൾ ഈ മുമ്പിലിരിക്കുന്ന എല്ലാ കുട്ടികളുടെയും വൈറ്റ് ബോർഡ് ക്ലിയർ ആവുന്നുണ്ട്. ഇനി അടുത്ത മൈ വൈറ്റ് ബോർഡ്, നമ്മളെ ടീച്ചറിൻ്റെ വൈറ്റ് ബോർഡ് ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലിയർ വൈറ്റ് ബോർഡ് അവരുടെ വൈറ്റ് ബോർഡിൽ ചെന്ന് ചെയ്യാനേ സാധിക്കുള്ളൂ. എന്നിട്ട് ക്ലിയർ വൈറ്റ് ബോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ, അതായത് ഈ ഒരു വൈറ്റ് ബോർഡ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ സേവ് ആൾ വൈറ്റ് ബോർഡ് ആസ് PDF എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് വൈറ്റ് ബോർഡ് ഇപ്പം ഡൗൺലോഡ് ചെയ്യുമ്പോൾ കുട്ടികളുടെയും ടീച്ചറിൻ്റെയും വൈറ്റ് ബോർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. എന്താണോ പഠിപ്പിച്ചത് ആ ഒരു ഇത് ഇവിടെ എഴുതുക. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ് പഠിപ്പിച്ചെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുക. എന്നിട്ട് ഇൻക്ലൂഡ് ടീച്ചർ വൈറ്റ് ബോർഡ്, ടീച്ചറിൻ്റെ വൈറ്റ് ബോർഡും കൂടി ഇൻക്ലൂഡ് ചെയ്ത് സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും വൈറ്റ് ബോർഡ് സക്സസ്ഫുള്ളി സേവ്ഡ് ആയിട്ടുണ്ട്. വൈറ്റ് ബോർഡ് സക്സസ്ഫുള്ളി സേവ്ഡ് ആയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്തൊരു ഓപ്ഷനാണ് ഇനി അടുത്ത് പറയുന്നത്. ശ്രദ്ധിച്ചോണം. നമ്മുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് റൂം ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ക്ലോസ് റൂം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ റൂം ക്ലോസ്ഡ് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. ഇനി ബാക്ക് ടു മെയിൻ പേജ്.
ഇനി ന്യൂ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുമെങ്കിൽ ന്യൂ ക്ലാസ് കൊടുത്തിട്ട് ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് അത് മീറ്റ് വഴി കുട്ടികൾക്ക് കൊടുത്ത് പുതിയ ക്ലാസ്സൊക്കെ ടീച്ചറിന് കാണും. ഇനി അടുത്ത വൈറ്റ് ബോർഡ് പോലത്തെ ഒരു കാര്യമാണ് അടുത്ത പറയുന്നത് ജാം ബോർഡ്. ശ്രദ്ധിച്ചോണം. അതിനായിട്ട് jamboard.google.com എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇത് ഞാൻ നേരത്തെ ചെയ്ത കാര്യങ്ങളാണ് കാണുന്നത്. ഇനി നമുക്കൊരു പുതിയൊരു ജാം ബോർഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ബോട്ടം റൈറ്റ് സൈഡിലായിട്ട് ഒരു പ്ലസ് സൈൻ ഉണ്ട്. ആ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു വിൻഡോ ഫ്രണ്ടിൽ വരും. അതിൽ നമുക്ക് പുതിയൊരു ജാം ബോർഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നേരത്തെ കണ്ടതുപോലെ തന്നെ കുറേ ടൂൾസ് ഉള്ള ഒരു വൈറ്റ് ബോർഡായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറേ ടൂൾസ് ഉണ്ട്. ആ പെന്ന് സെലക്ട് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും റൈറ്റ് ചെയ്യാനുണ്ടെങ്കിൽ റൈറ്റ് ചെയ്യാം, ഇറേസ് ചെയ്യണമെങ്കിൽ ഇറേസ് ചെയ്ത് കളയാം, പോയിന്റ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആരോ മാർക്കുണ്ട്. ഇനി അടുത്ത സ്റ്റിക്കി നോട്ട്സ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും നോട്ട്സ് ടീച്ചറിന് കൊടുക്കണമെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ ആ നോട്ട്സ് ഇവിടെ വൈറ്റ് ബോർഡിൽ അപ്പിയർ ആവും. ആ വൈറ്റ് ബോർഡിൽ അപ്പിയർ ആയതിനു ശേഷം ടീച്ചറിന് എന്തെങ്കിലും മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യാം, പിന്നെ ലാർജ് ചെയ്യണമെങ്കിൽ ലാർജ് ചെയ്യാം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇമേജ് ടൂളാണ്. ഇമേജ് ടൂൾ എന്ന് പറയുന്നത് നമുക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഇമേജ് കുട്ടികൾക്കായിട്ട് കാണിക്കണമെങ്കിൽ ഗൂഗിളിൽ നിന്ന് നമുക്ക് സെർച്ച് ചെയ്ത് ഇമേജ് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഗൂഗിൾ ഇമേജ് സെർച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിൽ ആ ഇമേജ് ഉണ്ടെങ്കിൽ ആ ഇമേജ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഞാൻ ഒരു ഇമേജ് ഒരു എക്സാമ്പിളായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ അപ്ലോഡ് ആവുന്നുണ്ട്. അപ്ലോഡായിട്ട് നമ്മുടെ വൈറ്റ് ബോർഡിൽ അത് വരും. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ്, ഇതിലുള്ള പ്രത്യേകതയാണ് ലേസർ ടൂൾ. ലേസർ ടൂൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അതിൽ റിഫ്ലക്ഷൻ എന്ന സ്പെല്ലിങ് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി ആ റിഫ്ലക്ഷൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു വര മാത്രം കൊടുത്താൽ മതി. അപ്പം കുറച്ചും കൂടെ പോയിൻ്റ് ഔട്ട് ചെയ്ത് ആ കാര്യം നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ക്ലിയർ ഫ്രെയിം എന്ന് പറയുന്ന ഓപ്ഷൻ, നേരത്തെ ചെയ്ത പോലെ തന്നെ ക്ലിയർ വൈറ്റ് ബോർഡിലുള്ള ഇത് ക്ലിയർ ഫ്രെയിം കൊടുത്ത് ക്ലിയർ ആയിക്കോളും. ഇനി ക്ലിയർ ഫ്രെയിം കൊടുക്കുകയാണ്, ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ബാക്ക്ഗ്രൗണ്ട് വല്ല മാറ്റി കൊടുക്കണമെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റി കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്, നമുക്ക് നേരത്തെ ഒരു ജാം ബോർഡ്, അതായത് ഒരു വൈറ്റ് ബോർഡിൽ വീണ്ടും ക്ലിയർ ചെയ്തിട്ട് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിലും അതുപോലെ ഉണ്ട്. എന്നാലും ഇതിൽ അഡീഷണലായിട്ട് നമുക്ക് ജാം ബോർഡ് ഇതിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നമുക്കിനി ബാക്ക് പേജിലോട്ട് പോകണമെങ്കിൽ പ്രീവിയസ് പേജിലോട്ട് പോകാനായിട്ടും സാധിക്കും. ഇതാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട 2 ഫീച്ചേഴ്സ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഷെയർ ഓപ്ഷനാണ്. അതായത് കുട്ടികൾക്ക് ഈ ഒരു ജാം ബോർഡ് കാണണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് അടുത്ത പറയുന്നത്. അതിനായിട്ട് ഒരു ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ട്. അതിൽ കോപ്പി ലിങ്ക്സ്, ഗെറ്റ് ലിങ്ക് എന്ന് പറയുന്നത് കോപ്പി ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ലിങ്ക് കോപ്പി ചെയ്യുക. എന്നിട്ട് വീണ്ടും മീറ്റിലോട്ട് വരിക. മീറ്റിലോട്ട് വന്നിട്ട് ആ ഒരു പേസ്റ്റ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക. എന്നിട്ട് കുട്ടികളോട് ആ ഒരു ലിങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ജാം ബോർഡ് ടീച്ചറിൻ്റെ ജാം ബോർഡ് കുട്ടികൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇത് സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു 3 ഡോട്ട് സൈഡിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഡൗൺലോഡ് ആസ് PDF, സേവ് ഫ്രെയിം ആസ് ഇമേജ്. ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജാം ബോർഡും സേവ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് വൈറ്റ് ബോർഡും ജാം ബോർഡും. ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.